നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഒരു മികച്ച തൊഴിലവസരം സയൻസ് ഗ്രാജുവേറ്റ്സിന് വേണ്ടി BSc പഠിച്ചവർക്കും BTech പഠിച്ചതുമായിട്ടുള്ള സയൻസ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു അവസരം. എയർപോർട്ടിലെ മുഖ്യമായിട്ടുള്ള തൊഴിലവസരങ്ങളിൽ ഒന്നാണ്, അല്ലെ ടെക്നിക്കലായിട്ട് തന്നെ ബന്ധപ്പെട്ട ഫ്ലൈയിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അവസരമാണ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു വിമാനത്തിനുള്ളിൽ പൈലറ്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ അതുപോലെ തന്നെയാണ് ആ വിമാനത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എയർപോർട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ മേഖല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ വളരെ സുപ്രധാനമാണ്. ഏവിയേഷനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും. അപ്പോൾ ഒരു പ്ലെയിനിനകത്തൊരു പൈലറ്റിനുള്ള അതേ പൊസിഷനാണ് ആ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ അനുവദിക്കുന്നതും ലാൻഡ് ചെയ്യാൻ അനുവദിക്കുന്നതുമായിട്ടുള്ള ഒരു തൊഴിലാണ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന ഒരു തൊഴിലവസരം. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലെ എയർപോർട്ടുകളിലെമ്പാടുമായി എയർ ട്രാഫിക് കൺട്രോളേഴ്സായി മാറുന്നതിന് വേണ്ടിയുള്ള അവസരം 300ഓളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ചെറിയ നമ്പേഴ്സൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളൊരു സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു ATC അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി, അതും സ്വപ്ന തുല്യമായ ഒരു പേ പാക്കേജോടുകൂടി, അവിശ്വസനീയമായ ഒരു പേ പാക്കേജോടുകൂടി. അപ്പോൾ ഈ അവസരങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. തുടർന്നും കാണുക. നിങ്ങളൊരു സയൻസ് ഗ്രാജുവേറ്റ് ആണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ തുടർന്നും ഒന്ന് കണ്ട് വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി ഇതിനൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ATC മേഖലയിലേക്ക് അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ മേഖലയിലേക്ക് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണിത്. പോസ്റ്റിൻ്റെ പൊസിഷൻ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്നാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ 300 വേക്കൻസീസ് ആണുള്ളത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് 2025-24 നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണ് എങ്കിൽ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ട് ഒരു സബ്ജക്റ്റായിട്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ BSc ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, BSc മാത്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ ഫിസിക്സും മാത്സും ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച മറ്റ് BScക്കാരുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. അതുകൂടാതെ BTechക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊരു സുവർണാവസരമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഈ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രി സബ്ജക്റ്റ് ഏതെങ്കിലും ആയിരിക്കണമെന്ന് പറഞ്ഞു. അത് കൂടാതെ ഒരു കാര്യം കൂടെ അവർ പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം നിങ്ങൾക്ക്. അതായത് എഴുതാനും വായിക്കാനും ഉള്ളത് കൂടാതെ സംസാരിക്കാനുമുള്ള ഇംഗ്ലീഷ് സ്കില്ല് വേണം. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ വിമാനത്തിനെ നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന പൊസിഷൻ യഥാർത്ഥത്തിൽ പൈലറ്റുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരാണ് ഒരു വിമാനത്തിന് ലാൻഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നതും ഒരു വിമാനം ഒരു എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നതും എന്തെങ്കിലും പ്രതിസന്ധികൾ ഇതിനിടയ്ക്ക് ഫ്ലൈയിങ്ങിനിടയ്ക്ക് ഉണ്ടായാൽ അവരെ അഡ്വൈസ് ചെയ്യുന്നതും അവർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അവർക്ക് ഓതറൈസേഷൻസ് കൊടുക്കുന്നതും ഒക്കെ ATCയുടെ ജോലിയാണ്. അതുകൊണ്ട് പല വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാർ പല ദേശങ്ങളിലുള്ളവരാകാം. റഷ്യൻ പൈലറ്റ്സ് ഉണ്ടാകാം, കൊറിയൻ പൈലറ്റ്സ് ഉണ്ടാകാം, അമേരിക്കൻ പൈലറ്റ്സും ജാപ്പനീസ് പൈലറ്റ്സും ഉണ്ടാകാം. അതുകൂടാതെ മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള പൈലറ്റുമാരുണ്ടാകും. ഇവരുടെയൊക്കെ സംസാര ശൈലിയൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നല്ല സ്കില്ല് വേണം എന്നുള്ളത് ഇവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും ആദ്യം. അതിനുശേഷം ഉള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചായിരിക്കും സെലക്ഷൻ. അതിനുശേഷം പരിശീലനമൊക്കെ നൽകിയ ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തൊഴിലിലേക്ക് എടുക്കുക. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനുകളുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മികച്ച അവസരമാണിത്. മെയ് 24 അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 24 മെയ് 2025 ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതിനു മുമ്പ് ഒന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം. 13 lakhs per annum ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ശമ്പളം അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതായത് പെർ മന്ത് സാലറി ഏതാണ്ട് 1 lakhന് മുകളിൽ നിങ്ങൾക്ക് ടോട്ടൽ എല്ലാം കൂടെ വരുമ്പം നിങ്ങൾക്ക് CTC ആയി ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് സ്വപ്നതുല്യമായ ജോലി ഞാൻ മുൻപ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഒരു ഫ്രഷർക്ക് 13 lakhs per annum കിട്ടുന്ന
അധികം തൊഴിലവസരങ്ങൾ നമുക്ക് കാണാറില്ല. അതും ഒരു പബ്ലിക് സെക്ടർ മേഖലയിൽ, അതായത് എയർ ട്രാഫിക് കൺട്രോൾ പോലൊരു പൊസിഷനിൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഡേറ്റ് പ്രത്യേകം ഓർക്കുക. 24 മെയ് ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് 27 പക്ഷേ അത് നിയമപരമായിട്ടുള്ള ഇളവുകളൊക്കെ സംവരണ വിഭാഗത്തിലുള്ളവർക്കൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ഓർത്തുകൊള്ളണം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് അതിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടും. ആ ലിങ്കിൽ കയറി കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ. ആപ്ലിക്കേഷൻ ഫീ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ആ സൈറ്റിൽ കയറി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും 2025 പാസ് ഔട്ടാണ്, അവരും ഫിസിക്സും മാത്സും പഠിച്ച് ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണല്ലോ, അവർക്ക് ഉപകാരപ്പെടുമോ എന്ന് സംശയമുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ വേക്കൻസിയുമായി ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ കമൻറ്റ് ബോക്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് അയച്ചു തരിക. ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. വീഡിയോയിലെ പറഞ്ഞ കോണ്ടൻറ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.